10-20 വയസ്സായിട്ടും നിനക്കൊരു മെച്യൂരിറ്റി ഇല്ലല്ലോ എന്ന് നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി, ഒരു വ്യക്തിയെ എങ്ങനെയാണ് മെച്യൂർഡ് അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇതിനു വേണ്ടി പ്രധാനമായും 5 ഫാക്ടേഴ്സാണുള്ളത്. ആ 5 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. നമ്പർ 1, ഹൗ ഡു യു ഹാൻഡിൽ എ കോൺഫ്ലിക്റ്റ്? അതായത് ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഓരോ പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്നത് എന്നതാണ് നിങ്ങളുടെ മെച്യൂരിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ. ആദ്യം തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു മെച്യൂർഡായ പേഴ്സൺ എന്താണ് ആ കോൺഫ്ലിക്റ്റ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് പ്രധാനമായും നോക്കുക. എന്നാൽ വളരെ മെച്യൂരിറ്റി കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് പോയി അതെങ്ങനെ കുറച്ചുകൂടെ വഷളാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പോയി ഇടപെട്ട് ഒച്ചയിട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും കൂടെ വളരെ മോശമാക്കി തീർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ഇമ്മച്യൂർഡ് പേഴ്സൺ. നമ്പർ 2, റെസ്പോൺസിബിലിറ്റി ലെവൽ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നിരവധി പേർ തൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ പിഴകൾ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായി ഊരാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഒരു മെച്യൂർഡായിട്ടുള്ള വ്യക്തി അങ്ങനെ ചെയ്യത്തില്ല. അതിന് പകരം ഒരു മെച്യൂർഡായിട്ടുള്ള വ്യക്തി തൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൾ അംഗീകരിച്ച് ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ ഇമ്മെച്യൂർഡായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൾ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തടി തപ്പാനാണ് നോക്കുക. സൈൻ നമ്പർ 3, ഇമോഷണൽ കൺട്രോൾ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചില വ്യക്തികൾ ചെറിയ കാര്യങ്ങൾക്ക് ശാഠ്യം പിടിക്കുന്നതും വാശി പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും എന്നിങ്ങനെ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത്. ഒരിക്കലും ഒരു മെച്യൂർഡായിട്ടുള്ള വ്യക്തി ചെറിയ കാര്യങ്ങളിൽ ഇമോഷണൽ ആവില്ല. അതിന് പകരം തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വ്യക്തമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വ്യക്തികളാണ് മെച്യൂർഡായിട്ടുള്ള വ്യക്തികൾ. എന്നാൽ ഇമ്മെച്യൂർഡായിട്ടുള്ള വ്യക്തികളാവട്ടെ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം ഡ്രമാറ്റിക്കലി ഓവർ ഇമോഷൻസ് ഇട്ട് ആ ഒരു സിറ്റുവേഷൻ തന്നെ വളരെയധികം മോശമാക്കുന്നു. സൈൻ നമ്പർ 4, കൺസിഡറിങ് അതേഴ്സ്. ഒരു വ്യക്തിയെ മെച്യൂർഡ് അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് എന്നീ കാറ്റഗറിയിൽ തിരിക്കുന്നതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. തൻ്റെ ആക്ഷൻസ് ബാക്കിയുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ താൻ ബാക്കിയുള്ളവർക്ക് എന്താണ് ചെയ്യുന്നത് എന്നൊരു ബോധം. ഒരിക്കലും ഒരു മെച്യൂർഡായിട്ടുള്ള വ്യക്തി തനിക്ക് വേണ്ടി എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ താനെല്ലാം നേടണം, ഞാൻ ബാക്കിയുള്ളവരെ എന്തൊക്കെ ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്നൊരു സെൽഫ് സെൻറ്റേർഡ് മെൻറ്റാലിറ്റി വെക്കുന്ന ഒരാളായിരിക്കത്തില്ല. അതിനു പകരം ബാക്കിയുള്ളവരെ എങ്ങനെ സഹായിക്കാം, ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് കുഴപ്പമൊന്നും വരരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു മെച്യൂർഡ് പേഴ്സൺ. എന്നാൽ ഇമ്മെച്യൂർഡായിട്ടുള്ള വ്യക്തി ഒരു സെൽഫ് സെൻറ്റേർഡ് പേഴ്സൺ ആയിരിക്കും. ബാക്കിയുള്ളവരുടെ കയ്യിൽ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ എല്ലാം വേണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വാർത്ഥനായ വ്യക്തിയായിരിക്കും ഒരു ഇമ്മെച്യൂർഡ് പേഴ്സൺ. സൈൻ നമ്പർ 5, തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. അതായത് ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും വളരെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി ഭാവി നശിപ്പിക്കാൻ നിൽക്കില്ല. അതായത് അവർക്കറിയാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു ട്രാപ്പാണെന്ന്. അതുകൊണ്ട് ഭാവിയിലേക്ക് കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഓരോ ആക്ഷൻസും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എടുത്തു ചാടാനുള്ള ബുദ്ധിമോശം ഇവർ ഒരിക്കലും കാണിക്കത്തില്ല. എന്നാൽ ഇമ്മെച്യൂർഡായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭാവിയെ കുട്ടിച്ചോറാക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. കാരണം തനിക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന സന്തോഷത്തെപ്പറ്റി ആഗ്രഹിച്ച് ഭാവിയെ നാശാക്കാനും അതേപോലെ ഭാവിയിലേക്ക് കിട്ടേണ്ട പലതും ഇപ്പോൾ തന്നെ നേടിയെടുത്ത് എല്ലാം പെട്ടെന്ന് തന്നെ നേടാനുള്ള വളരെ ഇമ്പൾസീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു ഇമ്മെച്യൂർഡ് പേഴ്സൺ. സോ ഫ്രണ്ട്സ്, ഇതാണ് പ്രധാനമായും ഒരു വ്യക്തിയെ മെച്യൂർഡ് അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് എന്നീ 2 തരങ്ങളിൽ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 സൈൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇമ്മെച്യൂർഡ് ആണോ അതോ മെച്യൂർഡ് ആണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.